ഹലോ ഫ്രണ്ട്സ്, ഹൗ ആർ യു? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് പോവുകയാണ്. എല്ലാവരും നന്നായിട്ട് ഓണം എക്സാമിന് വേണ്ടി പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഞാൻ. നമ്മുടെ എക്സാം തൊട്ടടുത്തെത്തിട്ടോ, കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഓണം എക്സാമൊക്കെ അടിച്ച് പൊളിച്ച് ചില്ലാക്കി എഴുതണ്ടേ നമുക്ക്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ എജ്യൂപോഡ് കോമേഴ്സ് നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി അധികം പറയാതെ നേരെ ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? ഓക്കെ, അതാണല്ലോ നമ്മുടെ ആവശ്യം. നമുക്ക് വളരെ പെട്ടെന്ന് ക്വസ്റ്റ്യനിലോട്ട് പോകാം. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ ഈ ചോദ്യം കണ്ടല്ലോ. ചോദ്യം എന്താ കൊടുത്തേക്കുന്നത്? ഒരു വിസിറ്റിംഗ് കാർഡാ അല്ലേ? എ വിസിറ്റിംഗ് കാർഡ് വിത്ത് ഇമാജിനറി ഡീറ്റെയിൽസ് ഇസ് ഗിവൻ ബിലോ. ഒരു സങ്കല്പ വിസിറ്റിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇത് പ്രീവിയസ് ഇയറിൽ ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ബോർഡ് എക്സാമിന് ചോദിച്ച ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ചോദ്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താക്കാം, നിങ്ങളുടെ മെയിൻ കമ്മിങ് ബോർഡ് എക്സാമിൽ നല്ല സ്കോർ ചെയ്യാം. ഓക്കെ, സോ ആൽഫ സിന്തറ്റിക്സ് ലിമിറ്റഡ്, ഡോക്ടർ സ്വാസ്ഥ്യ ദിലീപ്, CEO, KK ലൈൻ, എറണാകുളം എന്ന് പറയുന്ന സോ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ചോദ്യം എന്താണ്? ചോദ്യം ഇതാണ്: ഐഡൻറ്റിഫൈ ദി ലെവൽ ഓഫ് മാനേജ്മെൻറ്റ്. ഐഡൻറ്റിഫൈ ദി ലെവൽ ഓഫ് മാനേജ്മെൻറ്റ്. ലെവൽ ഓഫ് മാനേജ്മെൻറ്റാണ് ചോദിച്ചേക്കുന്നത് അല്ലേ? ഡോക്ടർ സ്വാസ്ഥ്യ ദിലീപ് ബിലോങ്സ് ടു. ഡോക്ടർ സ്വാസ്ഥ്യ ദിലീപിനെ നേരത്തെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, എന്താണ്? CEO എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഏത് ലെവൽ ഓഫ് മാനേജ്മെൻറ്റിലാണ് CEO വരുന്നത് എന്നുള്ളതാണല്ലോ നമ്മുടെ ചോദ്യം. അപ്പോൾ വരുന്നത് ഏതാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. എന്തായിരിക്കും CEO വരുന്നത്? ടോപ്പ് ലെവൽ അല്ലേ? ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിലാണ് ആര് വരുന്നത്? നമ്മുടെ CEO വരുന്നത്. സോ ടോപ്പ് ലെവൽ മാനേജ്മെൻ്റ് ആണ് ആദ്യത്തേതിനുള്ള ഉത്തരം. എയുടെ ഉത്തരമാണ് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. എന്നാൽ ബി എന്താ പറയുന്നത്? മെൻഷൻ എനി വൺ ഫങ്ഷൻ ഓഫ് ദാറ്റ് ലെവൽ ഓഫ് മാനേജ്മെൻറ്റ്. ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ആണെങ്കിൽ അതിൻ്റെ എനി വൺ ഫങ്ഷൻ ഒന്ന് മെൻഷൻ ചെയ്യാൻ, എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. എന്താണ് ഫങ്ഷൻസ്? ഒന്ന്, ടു ഡിറ്റർമിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ബിസിനസ്. ബിസിനസ്സിൻ്റെ ഒബ്ജക്റ്റീവ്സ് തീരുമാനിക്കുന്നത്, ഡിറ്റർമൈൻ ചെയ്യുന്നത് അല്ലേ? പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ, ബിസിനസ്സിൻ്റെ മേജർ ഡിസിഷൻസ് എടുക്കുന്നത് ആരായിരിക്കും? ടോപ്പ് ലെവൽ മാനേജ്മെൻ്റ് ആയിരിക്കും അല്ലേ? ഇനി അടുത്ത എന്താ? ടു ഫോർമുലേറ്റ് ഓവറോൾ പോളിസീസ് ആൻഡ് പ്ലാൻസ് അല്ലേ? ബിസിനസ്സിൻ്റെ ഓവറോൾ ആയിട്ടുള്ള മൊത്തത്തിലുള്ള അല്ലേ, മൊത്തം ബിസിനസ്സുമായി ബന്ധപ്പെട്ട പോളിസീസ്, തീരുമാനങ്ങൾ, നയങ്ങൾ, പ്ലാനുകളൊക്കെ എടുക്കുന്നത് ആരാണ്? ആസൂത്രണങ്ങളൊക്കെ നടത്തുന്നത് ആരാണ്? ടോപ്പ് ലെവൽ അല്ലേ? ടോപ്പ് ലെവൽ മാനേജ്മെൻ്റ് ആണ്. മനസ്സിലായല്ലോ? നമുക്ക് അടുത്ത ചോദ്യത്തിൽ പോകും അല്ലേ? സമയം വളരെ കുറവാണ്, മാക്സിമം ചോദ്യങ്ങളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്താണ് പിന്നെ അടുത്ത ചോദ്യം? എന്താണ്? ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദി കോൺസെപ്റ്റ് ഓഫ് മാനേജ്മെൻറ്റ്. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദി കോൺസെപ്റ്റ് ഓഫ് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റിൻ്റെ കോൺസെപ്റ്റ്, മാനേജ്മെൻറ്റ് എന്താണ് എന്നുള്ളതൊന്ന് ഹ്രസ്വമായിട്ട് വിശദീകരിക്കുവാനാണ് പറഞ്ഞ്. 2 മാർക്കിന് 2023 ചോദിച്ച ചോദ്യമാണ് ഈ ചോദ്യം. എന്താണ് ഉത്തരം? എല്ലാവർക്കും അറിയാം എന്താണ് മാനേജ്മെന്റ് എന്ന് അല്ലേ? മാനേജ്മെന്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ് വിത്ത് ദി ഒബ്ജക്റ്റീവ് ഓഫ് അച്ചീവിങ് ഡിസൈർഡ് കോമൺ ഗോൾസ് എഫക്റ്റീവ്ലി ആൻഡ് എഫിഷ്യൻ്റ്ലി അല്ലേ? എഫക്റ്റീവ്ലി, എഫിഷ്യൻ്റ്ലി ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ്. ഇതാണ് ഉത്തരം. മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പിന്നെ ഇതെന്താണ്? ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ് അല്ലേ? അപ്പം ബിസിനസ്സിൻ്റെ പൊതുവായിട്ടുള്ള ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട്, കോമൺ ആയിട്ടുള്ള ഗോൾസിലേക്ക്, ബിസിനസ്സിൻ്റെ കോമൺ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് എഫക്റ്റീവായിട്ട് ഫലപ്രദമായിട്ട് അച്ചീവ് ചെയ്യാനും അതേപോലെ തന്നെ കാര്യക്ഷമമായിട്ട് എഫിഷ്യൻ്റായിട്ട് അച്ചീവ് ചെയ്യാനും വേണ്ടിയിട്ട് ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ അല്ലേ ആളുകളിലൂടെ നടത്തിയെടുക്കുന്നതിനെയാണ് ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങൾ നടത്തിയെടുക്കുന്നതിനാണ് നമ്മൾ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇതൊരു കണ്ടിന്യൂസ് തുടർച്ചയായിട്ടുള്ള പ്രോസസ്സാണ്. അപ്പോൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടി അല്ലേ? മാനേജ്മെൻറ്റ് എന്നുള്ളതിൻ്റെ 2 മാർക്ക് കിട്ടി. പോവല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോകാട്ടോ, സമയം തീരെയില്ല. അടുത്തത് ഒരു ഇത് തന്നിരിക്കുന്നത്: പ്രോഫിറ്റ് ഈസ് വൺ ഓഫ് ദി ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെൻറ്റ്. പ്രോഫിറ്റ് എന്ന് പറയുന്നത് മാനേജ്മെൻറ്റിൻ്റെ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവാണ്. ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, ഒരു പ്രസ്താവനയാണ്. ചോദ്യം ഇതാണ്: റൈറ്റ് 2 ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്. ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് ആണ് ഇവിടെ ചോദ്യം. അപ്പോൾ ഇനി വേറെ 2 ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവുകളും കൂടെ, മാനേജ്മെൻറ്റിൻ്റെ മറ്റ് 2 എത്ര ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്സ് നമുക്കറിയാം അല്ലേ? നിരവധി അറിയാം അല്ലേ? എന്തൊക്കെയാണ്? സർവൈവൽ
ഗ്രോത്ത് അല്ലേ, എഫിഷ്യൻസി അല്ലേ, അതേപോലെ തന്നെ ചേഞ്ച് മാനേജ്മെന്റ്, ഇതൊക്കെ എന്താണ് പിന്നെ ഒരു സ്ഥാപനത്തിൻ്റെ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് ആണ്. സോ പ്രോഫിറ്റ് ഉണ്ട്, ഗ്രോത്ത് ഉണ്ട്, സർവൈവ് എന്ന് പറഞ്ഞാൽ അതിജീവനം അല്ലേ, നിലനിൽപ്പ്, അതേപോലെ തന്നെ ഗ്രോത്ത് വളർച്ച, എഫിഷ്യൻസി കാര്യക്ഷമത, ഇതൊക്കെ നിങ്ങൾക്ക് എഴുതി എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. വാട്ട് ഈസ് ഫറ്റീഗ് സ്റ്റഡി? ഫറ്റീഗ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ഷീണ പഠനം. ഫറ്റീഗ് എന്ന് പറഞ്ഞാൽ ക്ഷീണം എന്നാ പറയുക. ക്ഷീണ പഠനം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ക്ഷീണ പഠനം എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താ ക്ഷീണ പഠനം എന്ന് പറഞ്ഞാൽ? ആര് കൊണ്ടുവന്നതാ? നമ്മുടെ ടൈലർ അല്ലേ. ക്ഷീണ പഠനം എന്താന്ന് പറഞ്ഞാൽ ഫറ്റീഗ് സ്റ്റഡി ഡിറ്റർമിൻസ് ദി എമൗണ്ട് ആൻഡ് ഫ്രീക്വൻസി ഓഫ് ദ റെസ്റ്റ് ഇന്റർവെൽസ് അല്ലേ. ഇവിടെ എമൗണ്ട് ആൻഡ് ഫ്രീക്വൻസി ആണ് എന്തിൻ്റെ? റെസ്റ്റ് ഇന്റർവെലിൻ്റെ. എപ്പോ? റിക്വയർഡ് ഇൻ കംപ്ലീറ്റിംഗ് ദ വർക്ക് അണ്ടർ സ്റ്റാൻഡേർഡ് വർക്കിംഗ് കണ്ടീഷൻ. സ്റ്റാൻഡേർഡ് വർക്കിംഗ് കണ്ടീഷനിൽ അല്ലേ, ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള തൊഴിൽ സാഹചര്യത്തിൽ എത്ര ഇന്റർവെൽസ് കൊടുക്കണം, എത്ര സമയം ഇന്റർവെൽ കൊടുക്കണം, അത് എത്ര നേരം കൊടുക്കണം അല്ലെ, എത്ര ഫ്രീക്വൻ്റ് ആയിട്ട്, എത്ര നേരം കൂടുമ്പോൾ കൊടുക്കണം, ഫ്രീക്വൻസി അതാണ്, എത്ര നേരം കൂടുമ്പോൾ കൊടുക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത്, എന്നൊക്കെ കുറിച്ച് പഠിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മൾ ഫറ്റീഗ് സ്റ്റഡി എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ് കേട്ടോ. അടുത്ത ചോദ്യം, ഐഡന്റിഫൈ ദ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ഇൻ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. എന്താ? താഴെ കൊടുത്തിരിക്കുന്ന 2 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ഇതിലുള്ള മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ഏതാണ്? ഓരോന്നിനും എയുടെ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ, ബിയുടെ എഴുതാനാ. എന്താ ആദ്യം ചോദിച്ചിരിക്കുന്നത്? മാനേജ്മെന്റ് ഷുഡ് പ്രൊമോട്ട് എ ടീം സ്പിരിറ്റ് അമംഗ് ദി എംപ്ലോയീസ്. ജോലിക്കാർക്കിടയിൽ ഒരു ടീം സ്പിരിറ്റ് ഉണ്ടാക്കണം എന്ന് പറയുന്ന മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ ഏതാ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്താണ്? എസ്പിരിറ്റ് ഡി കോർപ്സ് അല്ലേ. യൂണിറ്റി ഈസ് സ്ട്രെങ്ത്, യൂണിയൻ ഈസ് സ്ട്രെങ്ത് എന്ന് പറയുന്ന അല്ലേ, എല്ലാവരും ഒരുമിച്ച് കൂടുന്നതാണ് ശക്തി എന്ന് പറയുന്ന ആ കാര്യമാണ് അല്ലേ പ്രൊമോട്ട് ടീം സ്പിരിറ്റിനെ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ എസ്പിരിറ്റ് ഡി കോർപ്സ് ഇവിടെ ടീം സ്പിരിറ്റിലുണ്ട് അല്ലേ, എസ്പിരിറ്റ് എന്നുള്ള സ്പിരിറ്റ്. ഓക്കെ, എസ്പിരിറ്റ് ഡി കോർപ്സ് അല്ലേ. അടുത്തത്, there should be a place for everything in the organization. ഓരോ കാര്യത്തിനും കൃത്യമായിട്ടുള്ള ഓരോ സ്ഥാനങ്ങളുണ്ട് എന്ന് പറയുന്നത്. എല്ലാത്തിനും ഓരോ കൃത്യമായിട്ടുള്ള സ്ഥാനങ്ങളുണ്ട്, ഓർഡറുകളുണ്ട്. അതിനെ നമ്മൾ എന്ത് പറയും? അതിനെ നമ്മൾ ഓർഡർ എന്ന് പറയും അല്ലേ, ഓർഡർ. സോ എയുടെ ഉത്തരം എസ്പിരിറ്റ് ഡി കോർപ്സ്. രണ്ടാമത്തെ പ്രിൻസിപ്പിൾ എന്താണ്? ഓർഡർ എന്ന് പറയുന്നതാണ്. സോ എസ്പിരിറ്റ് ഡി കോർപ്സും അതേപോലെ തന്നെ ഓർഡറും കിട്ടിയല്ലോ. മൂവിങ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എന്താണ്? മാനേജ്മെന്റ് ഇസ് എ സയൻസ്. മാനേജ്മെന്റ് ഇസ് ആർട്ട് എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇവിടെ മാനേജ്മെന്റ് ഇസ് എ സയൻസ് എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ. നിങ്ങൾക്കറിയാം, ഗിവ് എനി 2 reasons to justify the statement. മാനേജ്മെന്റ് ഒരു ശാസ്ത്രമാണ് എന്ന് പറയുന്ന പ്രസ്താവനയെ ന്യായീകരിക്കാൻ ഏതെങ്കിലും 2 കാര്യങ്ങൾ പറയുക, എഴുതുക. എന്തൊക്കെയായിരിക്കും നിങ്ങൾ എഴുതുക? എന്തൊക്കെ എഴുതും? മാനേജ്മെന്റ് തത്വങ്ങൾ അല്ലേ, മാനേജ്മെന്റ് ഇസ് എ സയൻസ് എന്ന് പറയുന്ന 2 കാര്യങ്ങൾ. എന്തൊക്കെ എഴുതാൻ പറ്റും നിങ്ങൾക്ക്? ഓക്കെ, എന്തൊക്കെയാണ്? എ സിസ്റ്റമൈസ്ഡ് ബോഡി ഓഫ് നോളജ് അല്ലേ, ഒരു വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു അറിവാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് അല്ലേ. സയൻസ് ഈസ് എ സിസ്റ്റമൈസ്ഡ് നോളജ് അല്ലേ. അതേപോലെ തന്നെ യൂണിവേഴ്സൽ ആപ്ലിക്കേഷൻ. എവിടെ അപ്ലൈ ചെയ്യും? ഗ്രാവിറ്റി നമുക്ക് എവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും അല്ലേ. വെള്ളം ലിക്വിഡ് ഫോമിലാണ് പൊതുവെ കാണാറുള്ളത്. നാച്ചുറലി വെള്ളം ലിക്വിഡ് ഫോമിലാണ് കാണാറുള്ളത് അല്ലേ, ദ്രവരൂപത്തിലാണ് വെള്ളത്തെ കാണാറുള്ളത് അല്ലേ. അതൊരു യൂണിവേഴ്സലി എല്ലായിടത്തും അങ്ങനെ തന്നെ അല്ലേ അല്ലേ. അതേപോലെ ഇതിനും യൂണിവേഴ്സൽ ആപ്ലിക്കേഷൻ ഉണ്ട്. അതേപോലെ മൂന്നാമത്തത്, പ്രിൻസിപ്പിൾസ് ആർ ഇവോൾവ്ഡ് ത്രൂ കണ്ടിന്യൂസ് ഒബ്സർവേഷൻ. നിരന്തരമായിട്ടുള്ള അല്ലേ നിരീക്ഷണത്തിലൂടെയാണ് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് എന്താകുന്നത്, ഉരുത്തിരിഞ്ഞു വരുന്നത്. അടുത്തത് എന്താ? കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയസ് ഫാക്ടേഴ്സ്. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് തമ്മിലുള്ള കോസ് ആൻഡ് എഫക്റ്റ്, കാരണവും ഫലവും തമ്മിലുള്ള ബന്ധം മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസിന് ഉണ്ടാവാറുണ്ട്. പിന്നെ എന്താ പറയുന്നത്? ക്യാൻ ബി വെരിഫൈഡ് ആൻഡ് പ്രൊവൈഡ് എ ബേസിസ് ഫോർ പ്രെഡിക്റ്റിംഗ് ദി ഫ്യൂച്ചർ ഇവന്റ്. ഭാവിയിലുള്ള ഫ്യൂച്ചർ ഇവന്റ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും അല്ലെ. മാനേജ്മെന്റ് കൊണ്ട് നമുക്ക് ഫ്യൂച്ചർ ഇവന്റ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെ? അതിനുള്ളൊരു ബേസിസ് ആണ് കൊടുക്കുന്നത്, അതിനുള്ളൊരു അടിസ്ഥാനമാണ്. ഫ്യൂച്ചർ ഇവന്റ്സിനെ പ്രെഡിക്റ്റ് ചെയ്യാനുള്ള ഒരു അടിസ്ഥാനമാണ് ഇവിടെ കൊടുക്കുന്നത്.
ഓക്കെ, ഇത്രയും പോയിന്റ് ആയില്ലേ, നമുക്ക് മാർക്കായില്ലേ? ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. സ്റ്റേറ്റ് എനി 3 സിഗ്നിഫിക്കൻസ് ഓഫ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്. മാനേജ്മെന്റ് തത്വങ്ങളുടെ ഏതെങ്കിലും 3 പ്രാധാന്യം, 2 മാർക്കിന്റെ ചോദ്യമാണ്. 3 പ്രാധാന്യങ്ങൾ എഴുതുവാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, എന്തൊക്കെയാ? ഒന്ന്, പ്രൊവൈഡിങ് മാനേജേഴ്സ് വിത്ത് യൂസ്ഫുൾ ഇൻസൈറ്റ്സ് ഇൻ ടു റിയാലിറ്റി. അല്ലെ, യാഥാർത്ഥ്യത്തിലേക്കുള്ള ഒരു ഉൾക്കാഴ്ച നൽകുകയാണ് മാനേജ്മെന്റിലൂടെ ചെയ്യുന്നത്. പിന്നെ എന്താ പറയുന്നത്? ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആൻഡ് എഫക്റ്റീവ് അഡ്മിനിസ്ട്രേഷൻ. ഏറ്റവും കാര്യക്ഷമമായിട്ടുള്ള ഉപയോഗം എന്തിൻ്റെ? റിസോഴ്സസിൻ്റെ. ഇല്ലേ, നമ്മുടെ മൂല്യങ്ങളുടെ, നമ്മുടെ വിഭവങ്ങളുടെ ഏറ്റവും ഒപ്റ്റിമമായിട്ടുള്ള, ഏറ്റവും എന്താ പറയുക, വിനിയോഗമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെന്താ? ഹെൽപ്സ് ഇൻ മേക്കിംഗ് സയൻറ്റിഫിക് ഡിസിഷൻസ്. അല്ലേ, സയൻറ്റിഫിക് ഡിസിഷൻസ്, ശാസ്ത്രീയമായിട്ടുള്ള തീരുമാനങ്ങൾ ഡിസിഷൻസ് എടുക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു സഹായമാണ് ഇവിടെ നൽകുന്നത്. രണ്ടാമത്തെ, നാലാമത്തെ, ഹെൽപ്സ് ഇൻ ഫുൾഫില്ലിംഗ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. സാമൂഹികമായിട്ടുള്ള ഉത്തരവാദിത്തം നിറവേറ്റാൻ സഹായിക്കുന്നു. സോ ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്തായിട്ട് എഴുതാം? നമുക്ക് സിഗ്നിഫിക്കൻസ് ഓഫ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റിലെ മാനേജ്മെന്റിന്റെ മാനേജ്മെന്റ് തത്വങ്ങളുടെ പ്രാധാന്യമായിട്ട് സിഗ്നിഫിക്കൻസ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്തത് മീറ്റിംഗ് ചേഞ്ചിങ് എൻവയോൺമെന്റ് റിക്വയർമെന്റ്സ്. അല്ലേ, അഡീഷണലി നമ്മുടെ എൻവയോൺമെന്റ് ഇങ്ങനെ ചേഞ്ച് ചെയ്ത് കൊടുക്കുക, ഡൈനാമിക് ആണ്. അല്ലേ, അവിടെ നമുക്ക് ഡൈനാമിക് ആയിട്ടുള്ള എൻവയോൺമെന്റ് സാഹചര്യങ്ങളെ അതുമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് വർത്തിക്കുവാൻ വേണ്ടിയിട്ട്, ആ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് സഹായിക്കുന്നു. അല്ലേ, അതേപോലെ തന്നെ മാനേജ്മെന്റ് ട്രെയിനിങ്, എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. അല്ലേ, മാനേജ്മെന്റ് ട്രെയിനിങ്, എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം കൊടുക്കൽ, ട്രെയിനിങ് ചെയ്യൽ, അതേപോലെ തന്നെ പരിശീലനം ചെയ്യൽ, അതേപോലെ തന്നെ ഗവേഷണം. അല്ലേ, ഇതൊക്കെ മാനേജ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ്, മാനേജ്മെന്റിന്റെ പ്രാധാന്യങ്ങളാണ്. ഓക്കെ, അടുത്ത ചോദ്യം. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് കംപ്ലീറ്റ് ദി ഫോളോയിങ് ചാർട്ട്. ഇതിലെന്താ കൊടുത്തേക്കുന്നത്? ഇത് ലിബറലൈസേഷൻ എന്ന് കൊടുത്തിട്ടുണ്ട്. അല്ലെ, LPG എന്ന് എഴുതിയിട്ട് ഒരു ഭാഗത്ത് ലിബറലൈസേഷൻ എന്ന് കൊടുത്തിട്ടുണ്ട്. അല്ലേ, L ഫോർ ലിബറലൈസേഷൻ, P ഫോർ വാട്ട് ആൻഡ് G ഫോർ വാട്ട് എന്നുള്ളതാണ് ചോദ്യം. അല്ലേ, അപ്പൊ എന്താണ്? P ഫോർ പ്രൈവറ്റൈസേഷൻ. അല്ലേ, 1991 പ്രൈവറ്റൈസേഷൻ. ആൻഡ് G ഫോർ ഗ്ലോബലൈസേഷൻ. അല്ലേ, ഗ്ലോബലൈസേഷൻ. ഓക്കെ, എന്താണ്? 1991 സാമ്പത്തിക ഇന്ത്യ ഗവൺമെന്റിന്റെ പുതിയ സാമ്പത്തിക നയത്തിൽ കൊണ്ടുവന്ന കാര്യമാണ് നമ്മൾ LPG എന്ന് പറയുന്നത്. അല്ലേ, ആ LPGയിലെ ലിബറലൈസേഷൻ, ഉദാരവൽക്കരണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അല്ലേ, പ്രൈവറ്റൈസേഷൻ, സ്വകാര്യവൽക്കരണം ഇവിടെ നമ്മൾ പറയുന്നുണ്ട്. അല്ലേ, അതാണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്. പിന്നെ എന്താ എഴുതേണ്ടത്? ഗ്ലോബലൈസേഷൻ. അല്ലെ, ആഗോളവൽക്കരണമാണ്. ഇത് 3 കൊണ്ടുവന്നത്. സോ നമുക്ക് ഇത്രയും 2 മാർക്ക് കിട്ടി. ഓക്കെ, സോ പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ ഈസ് ദി ആൻസർ. അടുത്ത ചോദ്യം. ഇന്ത്യൻ കോർപ്പറേറ്റ് സെക്ടർ faced with several challenges due to the government policy of liberalization, privatization and globalization. Describe any two challenges. അല്ലേ, ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1991 പുതിയ സാമ്പത്തിക നയം കാരണം ഇന്ത്യയിലെ കോർപ്പറേറ്റ് സെക്ടർ, ഇൻഡസ്ട്രീസ് വിവിധങ്ങളായിട്ടുള്ള ചാലഞ്ചസ് കൊണ്ടുവന്നു. ഇതിലുള്ള ഏതാനും 2 challenges, 2 ചാലഞ്ചുകളെ കുറിച്ചാണ് നമ്മളോട് ചോദിക്കുന്നത്. ഇതിനെക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളോട് ചോദിക്കുന്നത്. എന്തൊക്കെ എഴുതാൻ പറ്റും നിങ്ങൾക്ക്? അല്ലേ, വിദേശത്തു നിന്ന് കമ്പനികൾ ഇന്ത്യയിലേക്ക് നിരവധിയായിട്ട് വന്നു എന്ന് വിചാരിക്കുക. എന്തൊക്കെ പ്രശ്നം ഉണ്ടാവും ഇവിടെ? അല്ലേ, അവരുടെ പ്രൊഡക്റ്റ് ഇവിടെ കൊണ്ടുവരും. സ്വാഭാവികമായിട്ടും കോമ്പറ്റീഷൻ വർദ്ധിക്കും എന്നുള്ളതാണ് ആദ്യമായിട്ട് വരേണ്ടത്. അല്ലേ, വിൽക്കുവാനുള്ള മത്സരം വർദ്ധിക്കുകയാണ്. അല്ലേ, അതാണ് ഇൻക്രീസിങ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. ഇൻക്രീസിങ് കോമ്പറ്റീഷൻ. രണ്ടാമത്തെ എന്താ? മോർ ഡിമാൻഡിങ് കസ്റ്റമേഴ്സ്. ഉപഭോക്താക്കൾ കൂടുതൽ ഇങ്ങനെ പുതിയ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. അല്ലേ, ഇന്ന കമ്പനിക്ക് അതുണ്ടല്ലോ, എന്തുകൊണ്ട് നമ്മളെ കമ്പനിക്ക് ഇതില്ല, ചോദിച്ചുകൊണ്ടിരിക്കത്തില്ലേ? ഇതാണ് മോർ ഡിമാൻഡിങ് കസ്റ്റമേഴ്സ്.
അല്ലേ? പിന്നെന്താണ്? റാപ്പിഡ്ലി ചേഞ്ചിങ് ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റ്. പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുന്ന സാങ്കേതികമായിട്ടുള്ള ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ മാറ്റം ഭയങ്കരമായിട്ട് മാറിക്കൊണ്ടിരിക്കുക, അല്ലെ വിദേശത്തു നിന്ന് പല പുതിയ കണ്ടെത്തലുകളും വരികയാണ്. അപ്പം ഇതൊക്കെ കാരണം ഇവിടെ നിലവിലുണ്ടായിരുന്ന കോർപ്പറേറ്റുകൾ ഒരുപാട് ബുദ്ധിമുട്ടായി. പിന്നെ എന്തൊക്കെയാണ്ടായത്? നെസസിറ്റി ഫോർ ചേഞ്ച്, അല്ലേ? ഇവിടെ ഇങ്ങനെ മാറ്റങ്ങളൊന്നും ഇല്ലാതെ പഴയ സാധനങ്ങൾ തന്നെ ഇട്ട് ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അത് ചേഞ്ച് ചെയ്യേണ്ട ഒരു അത്യാവശ്യ സാഹചര്യത്തിൽ മാറ്റത്തിൻ്റെ ആവശ്യകത വന്നു. പിന്നെ എന്താ പറയുന്നത്? നീഡ് ഫോർ ഡെവലപ്പിംഗ് ഹ്യൂമൻ റിസോഴ്സ്, അല്ലേ? മാനവ വിഭവശേഷി വികസിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യം വന്നു. ഹ്യൂമൻ റിസോഴ്സിനെ ഹ്യൂമൻ റിസോഴ്സായിട്ട് കാണാനും അതിൻ്റെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടയും ആവശ്യം വന്നു, അല്ലേ? പിന്നെ എന്താ പറയുന്നത്? മാർക്കറ്റ് ഓറിയൻറ്റേഷൻ വളരെ കൃത്യമാക്കേണ്ടി വന്നു, അല്ലേ? പിന്നെ ലോസ് ഓഫ് ബജറ്ററി സപ്പോർട്ട് ടു ദ പബ്ലിക് സെക്ടർ എന്ന് പറയുന്നത് പൊതുമേഖലയാണ്. പൊതുമേഖലയ്ക്ക് വലിയ സർക്കാർ എല്ലാ ബഡ്ജറ്റിലും, അല്ലേ, പിന്നെ വർഷം ബഡ്ജറ്റ് അവതരിപ്പിക്കുമല്ലോ, ഈ ബഡ്ജറ്റിലും വലിയ എമൗണ്ട് വകയിരുത്താറുണ്ടായിരുന്നു, ഇല്ലേ? പ്രൈവറ്റ് വലിയ കമ്പനികൾ, വിവിധങ്ങളായിട്ടുള്ള പ്രൈവറ്റ് ഇൻ്റർനാഷണൽ കമ്പനികൾ ഇന്ത്യയിലേക്ക് വന്നത് കാരണം പിന്നെ ഇവരുടെ സെയിലും ഇവരുടെ ഓപ്പറേഷൻസും വളരെ ഒബ്സലേറ്റ്ലി ഔട്ട്ഡേറ്റഡ് ആയി പോവുകയും സർക്കാർ ഇവർക്ക് വകയിരുത്തുന്ന വലിയ ഭീമമായിട്ടുള്ള തുക കുറഞ്ഞു പോവുകയോ നഷ്ടപ്പെടുകയോ ചെയ്തു. ഇതൊക്കെ ഇവിടുത്തെ പിന്നെ ഇന്ത്യയിലെ കോർപ്പറേറ്റ് സെക്ടർ അനുഭവിച്ച പ്രശ്നങ്ങളായിരുന്നു. ഓക്കെ, അടുത്ത ചോദ്യം. കംപ്ലീറ്റ് ദ ടേബിൾ ആസ് പെർ ദി ഹിൻസ് ഗിവൺ, അല്ലേ? താഴെ കൊടുത്തിരിക്കുന്ന ഈ ടേബിള് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. എന്തൊക്കെ? ഈ ഇവിടെ കൊടുത്ത ഈ ഹിൻറ്റുകളുടെ ഈ ഒരു ക്ലൂകൾ അനുസരിച്ച്, സൂചനകൾ അനുസരിച്ചുകൊണ്ട് എന്തൊക്കെയാണ് കൊടുത്തേക്കുന്നത്? ഒന്ന് ഇൻട്രസ്റ്റ് റേറ്റ്, ഇൻഫ്ലേഷൻ റേറ്റ് എക്സെട്ര, കുറച്ച് കാര്യങ്ങളാണ്. ഒന്ന് പലിശ നിരക്കും പണപ്പെരുപ്പ നിരക്കും. അതിന് നേരെ എഴുതിയിരിക്കുന്നു എക്കണോമിക് എൻവയോൺമെൻറ്റ് എന്ന്. ബിസിനസ് എൻവയോൺമെൻറ്റിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്, മനസ്സിലാക്കുക. അപ്പോൾ സാമ്പത്തിക അന്തരീക്ഷമാണ് ഈ പറഞ്ഞ പലിശ നിരക്കും പണപ്പെരുപ്പ നിരക്കും ഒക്കെ. അപ്പോൾ ഇവിടെ അടുത്തതായി ചോദിച്ചേക്കുന്നത് കസ്റ്റംസ് ആൻഡ് ട്രഡീഷൻസ്, അല്ലേ? കസ്റ്റംസ് ആൻഡ് ട്രഡീഷൻസ് ആചാരങ്ങളും പാരമ്പര്യങ്ങളുമാണ്. അപ്പോൾ ഇവിടെ ഏതിലെഴുതണം? ഏത് എൻവയോൺമെൻറ്റാ വരിക? ആചാരങ്ങൾ, മനുഷ്യൻ്റെ, സൊസൈറ്റിയുടെ, അല്ലേ? സോഷ്യൽ എൻവയോൺമെൻറ്റിലല്ലേ വരിക, അല്ലേ? ആചാരങ്ങളും പിന്നെ അതേപോലെ തന്നെ പാരമ്പര്യങ്ങളും സോഷ്യൽ എൻവയോൺമെൻറ്റിലാണ് വരിക. അടുത്തെന്താ? ഇന്നൊവേഷൻ ഇൻ ദി മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ, പുതിയ ഉൽപാദന രീതിയിലെ പുതുമ. ഇതൊരു സാങ്കേതിക വിദ്യയാണ്, അല്ലേ? അപ്പോൾ അത് എന്തിൽ വരും? ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റിലെ ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റിലാണ് അത് വരുന്നത്. അപ്പോൾ പ്രൊഡക്ഷൻ വരുന്നത് ടെക്നോളജിക്കലും, ഇന്നൊവേഷൻ കസ്റ്റംസ് ആൻഡ് ട്രഡീഷൻസ് വരുന്നത് സോഷ്യൽ എൻവയോൺമെൻറ്റിലുമാണ്. ശരി, അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ് കേട്ടോ. അടുത്ത ചോദ്യം എന്താണ്? ക്ലാസിഫൈ ദി ഫോളോയിങ് ഐറ്റംസ് ഇൻ ടു അപ്രോപ്രിയേറ്റ് എലമെന്റ്സ് ഓഫ് ബിസിനസ് എൻവയോൺമെന്റ്, അല്ലേ? ക്ലാസിഫൈ ദി ഫോളോയിങ്, ഇതിനെ തരംതിരിക്കാനാണ് പറഞ്ഞേക്കുന്നത്, അല്ലേ? ഉചിതമായിട്ടുള്ള ഘടകങ്ങളായിട്ട് തരംതിരിക്കുക ബിസിനസ് എൻവയോൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. എന്തൊക്കെയാ പറയുന്നത്? ഒന്ന്, ലിറ്ററസി റേറ്റ്. രണ്ടാമത്തത് പബ്ലിക് ഡെറ്റ്, അല്ലേ? ലിറ്ററസി ഡേറ്റ് എന്ന് പറയുന്നത് സാക്ഷരതാ നിരക്ക്. രണ്ടാമത്തത് പബ്ലിക് ഡെറ്റ്, അല്ലേ? പബ്ലിക് ഡെറ്റ് എന്ന് പറയുന്നത് പൊതുകടം. ഇന്റേണലും ഉണ്ട്, അതേപോലെ തന്നെ എക്സ്റ്റേണലും ഉണ്ട്. പിന്നെ എന്താ പറയുന്നത്? റേറ്റ് ഓഫ് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്, അല്ലേ? സമ്പാദ്യത്തിൻ്റെയും നിക്ഷേപത്തിൻ്റെയും നിരക്ക്. പിന്നെ എന്താ പറയുന്നത്? ബർത്ത് ആൻഡ് ഡെത്ത് റേറ്റ്, അല്ലേ? മരണനിരക്കും ജനന നിരക്കും. 2 മാർക്കിന്റെ ചോദ്യം. ഇതൊക്കെ ഏത് എൻവയോൺമെന്റിൽ വരുന്നതാണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ്? ലിറ്ററസി റേറ്റ് നിങ്ങൾക്കറിയാം, സമൂഹവും സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സ്വാഭാവികമായിട്ടും സോഷ്യൽ എൻവയോൺമെന്റിലാണ് വരുന്നത്. ഇവിടെ എന്താണ്? പബ്ലിക് ഡെറ്റ്, കടം. അത് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ, പൊതു കടം. അത് ഇന്റേണൽ ആയിക്കോട്ടെ എക്സ്റ്റേണൽ ആയിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്, ഏതായാലും അത് എക്കണോമിക് എൻവയോൺമെന്റിലാണ് വരുന്നത്. പിന്നെ എന്താ വരുന്നത്? റേറ്റ് ഓഫ് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്സ്. പണവുമായി ബന്ധപ്പെട്ടിരുന്നാണ്, സ്വാഭാവികമായിട്ട് എവിടെയാ വരിക? എക്കണോമിക്ക് തന്നെയാ വരിക, അല്ലേ? പിന്നെ എന്താ? ബർത്ത് ആൻഡ് ഡെത്ത് റേറ്റ്. എവിടെയാണ് പിന്നെ ഈ ജനനവും മരണവും ഒക്കെ സംഭവിക്കുന്നത്? നമ്മുടെ സമൂഹത്തിൽ മനുഷ്യനുമായിട്ട്, അല്ലെ, സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ടത്. സോ ഇറ്റ് ഈസ് സോഷ്യൽ എൻവയോൺമെന്റ്. ക്ലിയർ ആയല്ലോ? കൃത്യമായിട്ട് മനസ്സിലായല്ലോ? സാമൂഹികമായിട്ടുള്ള ബിസിനസ് അന്തരീക്ഷത്തിലാണ് ബർത്ത് ആൻഡ് ഡെത്ത് റേറ്റ്, ജനന മരണ നിരക്കുകളൊക്കെ വരാറുള്ളത്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ, അടുത്ത ചോദ്യം എന്താ? ഐഡന്റിഫൈ ദി ടൈപ്പ് ഓഫ് പ്ലാൻ ഇൻ ഈച്ച് ഓഫ് ദി ഫോളോയിങ്.
അല്ലേ? ഇതിൽ താഴെ പറയുന്ന 2 വ്യത്യസ്തങ്ങളായിട്ടുള്ള പിന്നെ സ്റ്റേറ്റ്മെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇതിലുള്ള പ്ലാൻ കൃത്യമായിട്ട് ഏത് ടൈപ്പ് ഓഫ് പ്ലാൻ ആണ് എന്നുള്ളത് എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, നോ അഡ്മിഷൻ വിത്തൗട്ട് പെർമിഷൻ, അല്ലേ? അനുവാദമില്ലാതെ പ്രവേശിക്കരുത്. അവിടെ നിങ്ങൾ ഇതിന് ഏത് ടൈപ്പ് ഓഫ് പ്ലാൻ ആയിട്ടാണ് പറയുക? അത് നമ്മുടെ നിയമമാണോ? അല്ലേ? ഇവിടേക്ക് അങ്ങനെ ചെയ്യരുത് എന്നുള്ളത് നമ്മുടെ റൂളാണ്. അല്ലേ? പിന്നെന്താ? പ്രൊമോഷൻ ഈസ് ബേസ്ഡ് ഓൺ മെറിറ്റ് ഓൺലി. ഇതെന്താ? അല്ലേ? നമ്മളിങ്ങനെ പ്രൊമോഷൻ കിട്ടുകയാണ്, നമുക്ക് പിന്നെ ജോലിയിൽ ഉയർച്ച, സ്ഥാനക്കയറ്റം കിട്ടുന്നത് എന്ത് പ്രകാരം മാത്രമാണ്? മെറിറ്റ് ഓൺലി, കഴിവനുസരിച്ചിട്ട് മാത്രമാണ്. അപ്പോൾ ഇത് നമ്മുടെ എന്തായിട്ട് വരും? അല്ല, അത് റൂളല്ല. ചെയ്യരുത്, വരരുത്, പോവരുത് ഒന്നൊന്നുമല്ല. ഇത് പ്രകാരമാണ് ഇത് കിട്ടത്തുള്ളൂ എന്നാ പറയുന്നത്. അപ്പോൾ അതിന് നമ്മൾ എന്ത് പറയും? നമ്മുടെ പോളിസി എന്ന് പറയും. സോ ദ ഫസ്റ്റ് വൺ ഈസ് A is rule, B is policy. A is rule and B is policy. ശരിയല്ലേ? ശരിയാണ്. അടുത്ത ചോദ്യത്തിലേക്ക്, 2 മാർക്കിന്റെ ചോദ്യമാണ്. റൈറ്റ് എ നോട്ട് ഓൺ പ്ലാനിങ് പ്രിമൈസസ്. പ്ലാനിങ്ങിന്റെ പ്രിമൈസസിനെ കുറിച്ചിട്ട് ഒരു കുറിപ്പ് എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. എന്താ പ്ലാനിങ് പ്രിമൈസസ് എന്ന് പറഞ്ഞാൽ? മാനേജ്മെന്റ് പ്രിപ്പയർ പ്ലാൻസ് ഫോർ ദ ഫ്യൂച്ചർ. ഭാവിക്ക് വേണ്ടിയിട്ടാണ് മാനേജ്മെന്റ് എന്ത് ചെയ്യുന്നത്? അല്ലെ? ഫ്യൂച്ചറിന് വേണ്ടിയിട്ടാണ് പ്ലാനുകൾ ഉണ്ടാക്കുന്നത്. വിച്ച് ഈസ് അൺസർട്ടൻ ആണ്. ഭാവിയിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്കറിയില്ല. അത് അൺസർട്ടൻ ആണ്. അതിനാണ് അൺസർട്ടനിറ്റി എന്ന് പറയുക, അല്ലെ? ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്നുള്ളത് നമ്മുടെ അനുമാനത്തിലൂടെയാണ് നമ്മൾ എത്തുക. Therefore, they develop plans on the basis of assumptions about the future. ഇപ്പൊ പ്ലാനുകൾ ഭാവിയിൽ എന്ത് സംഭവിക്കും എന്നുള്ള അനുമാനത്തിന്റെ ബേസിലാണ്, അല്ലെ? നമ്മളിങ്ങനെ ഗസ് ചെയ്യും. അതിന്റെ ബേസിലാണ് പ്ലാൻസ് തയ്യാറാക്കുക മാനേജ്മെന്റ്. These assumptions are called planning premises. ഇത്തരം അസംഷൻസിനെയാണ്, ഇത്തരം അനുമാനങ്ങളെയാണ് നമ്മൾ പ്ലാനിങ് പ്രിമൈസസ് എന്ന് പറയുന്നത്, പ്ലാനിങ് പരിസരം എന്ന് പറയുന്നത്. അസംഷൻസ് ആർ ദി ബേസ് മെറ്റീരിയൽ അപ്പോൺ വിച്ച് പ്ലാൻസ് ആർ ടു ബി ഡ്രോൺ. ഈ അസംഷൻസിന്റെ പുറത്താണ്, ഈ അനുമാനങ്ങളുടെ പുറത്തല്ലേ നമ്മൾ പ്ലാനുകൾ ഉണ്ടാക്കി കൂട്ടുക, അല്ലേ? അപ്പൊ കമ്പനി ഭാവിയിൽ എന്ത് സംഭവിക്കുന്നത് കൃത്യമായിട്ട് അറിയാത്തതുകൊണ്ട് ഇങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് അനുമാനിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ആ അനുമാനങ്ങളുടെ ബേസിസിലാണ്, പുറത്താണ്, അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് നമ്മൾ പ്ലാനുകൾ തയ്യാറാക്കുന്നത്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ പ്ലാനിങ് പ്രിമൈസസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മാർക്ക് കിട്ടിയോ? കിട്ടി, അല്ലേ? അടുത്ത ചോദ്യം, പോയിന്റ് ഔട്ട് എനി 2 advantages ഓഫ് ഡിവിഷണൽ സ്ട്രക്ചർ. Any 2 advantages of divisional structure. ഡിവിഷണൽ സ്ട്രക്ചർ എന്ന് പറയുന്നതിൻ്റെ ഏതെങ്കിലും 2 മെറിറ്റുകൾ, അഡ്വാൻറ്റേജസ് ആണ് ചോദിച്ചേക്കുന്നത്. നമ്മൾ ഫങ്ഷണൽ സ്ട്രക്ചറും, അല്ലെ, ഡിവിഷണൽ സ്ട്രക്ചറും ഒക്കെ പഠിച്ചിട്ടുണ്ട്, അല്ലെ? ഫങ്ഷണൽ സ്ട്രക്ചർ എന്താ? ഫങ്ഷണൽ സ്ട്രക്ചർ ഓഫ് ബിസിനസ് ഉണ്ട്, ഡിവിഷണൽ സ്ട്രക്ചർ ഓഫ് ബിസിനസ് ഉണ്ട്. ഈ ഡിവിഷണൽ സ്ട്രക്ചറിനെ കുറിച്ചാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. എനി 2. ഓക്കെ, എന്തൊക്കെയാണ് ചോദിച്ചേക്കുന്നത്? ഒന്ന്, ക്വിക്ക് ഡെസിഷൻസ്. വളരെ എന്താ ഡിവിഷണൽ സ്ട്രക്ചറിൽ നമ്മൾ പിന്നെ ഒരു പ്രത്യേക ഒരു കമ്പനി വ്യത്യസ്തങ്ങളായിട്ടുള്ള 3 തരം പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്നു. സേ ഫോർ എക്സാമ്പിൾ, ഒരു കമ്പനി ഉണ്ടാക്കുന്നത് പ്രൊഡക്റ്റുകളുടെ പിന്നെ ഒന്ന് ഫുഡ് ഐറ്റംസ്, രണ്ടാമത്തത് അവരുണ്ടാക്കുന്നത് കോസ്മെറ്റിക്സ്, മൂന്നാമത്തത് ടൂൾസ്, വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രൊഡക്റ്റ്. അപ്പോൾ ഇതൊക്കെ ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൈപ്സ് ആണ്. സോ ഇവിടെ ഇത് ഓരോ ഏരിയയിലേക്കും ഓരോ മാനേജറെയും, ഓരോ പ്രൊഡക്ഷൻ മാനേജറെയും, ഓരോ ഓപ്പറേഷൻ മാനേജറിനെയും, അതേപോലെ തന്നെ ഓരോ സെയിൽസ് മാനേജറെയും ഒക്കെ ഓരോ കേസിലും നമ്മൾ നിയമിക്കുകയാണ്. ഓരോ ഈച്ച് ആൻഡ് എവറി കേസിനും ഇതേ സെയിം ആളുകളെ നമ്മൾ നിയമിക്കുകയാണ്. ഈ ഒരു തരം സ്ട്രക്ചറിനെയാണ് നമ്മൾ ഡിവിഷണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഓരോ കേസിലും ഒന്ന് വളരെ പെട്ടെന്നുള്ള ഡിസിഷൻ മേക്കിങ്ങിന്, തീരുമാനങ്ങൾ വളരെ പെട്ടെന്ന് എടുക്കുന്നതിന് സഹായിക്കുന്നു. ഒന്ന്, എക്സ്പാൻഷൻ ആൻഡ് ഗ്രോത്ത്, വളർച്ചയ്ക്ക്
അല്ലേ? വളർച്ച അതേപോലെ തന്നെ വികസനത്തിന് സഹായിക്കുന്നു. മൂന്നാമത്തെ ഡെവലപ്മെൻറ്റ് ഓഫ് സ്കിൽ, വളരെ പെട്ടെന്ന് സ്കില്ലുകൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. അപ്പോൾ എന്നാ ചോദിച്ചേക്കുന്നത് ഡിവിഷണൽ സ്ട്രക്ചറിൻ്റെ എന്താണ് അഡ്വാൻറ്റേജസ് ആണ് ചോദിച്ചേക്കുന്നത്. സോ നമ്മുടെ അഡ്വാൻറ്റേജസ് ഓഫ് ഡിവിഷണൽ സ്ട്രക്ചർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും 2 മാർക്ക് വളരെ ഈസി ആയിട്ട് കിട്ടാൻ പറ്റും. ഓക്കെ, സോ ഇതാണ് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. മീഡിയം ആൻസറിങ് ക്വസ്റ്റ്യൻസ് ആണ്, എസ്സേ അല്ല, ഷോർട്ടും അല്ല, മീഡിയം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. 2 മാർക്കിലെ 2 വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്തിട്ട് എക്സാം വളരെ പെട്ടെന്ന് സ്കോർ ചെയ്യും അല്ലേ? 2 മാർക്കിൻ്റെ 2 എണ്ണം ആൻസർ ചെയ്യുന്ന സമയം കൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് 4 മാർക്കിന് ഒരെണ്ണം ആൻസർ ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. സോ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് 2 മാർക്ക് ക്വസ്റ്റ്യൻസ്. 1 മാർക്ക് ക്വസ്റ്റ്യൻസ് പോലെ തന്നെയാണ് 2 മാർക്ക് ക്വസ്റ്റ്യൻസും. അപ്പോൾ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഇനി നമ്മൾ അടുത്ത വീഡിയോസിൽ ഇനിയും 3 മാർക്ക് ആൻഡ് 4 മാർക്ക് ക്വസ്റ്റ്യൻസിനെ കുറിച്ചൊക്കെയുള്ള എസ്സേ ക്വസ്റ്റ്യൻസ്, 6 and 8 മാർക്ക് ക്വസ്റ്റ്യൻസിനൊക്കെയുള്ള ഡിസ്കഷൻസ് ഉണ്ടാവും. സോ സ്റ്റേ ട്യൂൺഡ് ആൻഡ് നന്നായിട്ട് പഠിക്കുക. ഓണപരീക്ഷയ്ക്ക് മികച്ച വിജയം മേടിക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ടാറ്റ, ബൈ ബൈ, സീ യു, ടാറ്റ.